പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം രാവിലെ ഞാനിവിടെ ഒരു ഗോതമ്പട, പഴയ രീതിയിലുള്ള ഒരു ഗോതമ്പട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതിനെ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് അതിനു വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. നമ്മുടെ വീട്ടിൽ നമുക്ക് എത്രയും വേണം, എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ച് നമുക്ക് എത്ര അട വേണം അതനുസരിച്ച് വേണം എടുക്കാൻ. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ കുടഞ്ഞൊക്കെ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഗോതമ്പ് പൊടിയാണ്. അരിപ്പൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊടിയോ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാനൊക്കത്തില്ലല്ലോ. അപ്പം നമ്മളൊരു ഏകദേശം ഒരു 1/2 കിലോയോളം ഗോതമ്പ് പൊടിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നത് തേങ്ങാപ്പീര. നമ്മൾ ഈ മാവിനെ പരത്തി അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങാപ്പീര. നമ്മളിത് ഇപ്പോൾ ഏകദേശം ഒരു മുറി കൂടുതലുള്ള തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ തേങ്ങാപ്പീര അതിനകത്ത് ആഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടുന്നത് ഏലക്കായാണ്. ഏലക്കായ നമ്മൾ നന്നായിട്ട് ഒരു 10 ഏലക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ നല്ലതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് അതിൻ്റെ അരി മാത്രം മതി. അരി തൊലിയെ നമ്മളങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് അതുകൊണ്ട് കൂടെ നമ്മൾ പിന്നെ ഒരു നുള്ള് ജീരകം കൂടെ ഇടുമേ. ഒരു നുള്ള് കണ്ടോ, ഒരു നുള്ള് ജീരകം കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഈ ഏലക്കായയും ജീരകവും കൂടെ നല്ലതായിട്ട് ചതച്ചിട്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ട് ഏലക്കായുടെ തൊലി നമ്മൾ അതിനകത്തുനിന്ന് മാറ്റും. ചിലരെല്ലാം ഇതിനകത്ത് ചക്കര പിന്നെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പഞ്ചസാരയാണ്. അതൊരു ഏകദേശം ഒരു 2-3 സ്പൂണിനുള്ള പഞ്ചസാര നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യും. നമുക്ക് ഒരുപാട് മധുരമൊന്നും വേണ്ടല്ലോ, കാരണം ഇപ്പോൾ എല്ലാവർക്കും ഷുഗറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിതിനെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കാണും, നല്ല രുചിയും കാണും. ഇനി നമ്മൾ ഇതിനെ നല്ലതായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. എല്ലാ തേങ്ങാപ്പീരയിലെല്ലാം അത് പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഈ അട വേകുമ്പം തന്നെ നമുക്കൊരു ഏലക്കായുടെ മണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് വരുന്നത് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ ഏത് സാധനം നമുക്ക് ഏലക്ക ചേരണ്ടാത്ത സാധനങ്ങളുണ്ട്, പക്ഷേ ഇതിന് ഒരു നല്ല രുചിയായിരിക്കും. മാവ് നമ്മൾ കുഴയ്ക്കാനായിട്ട് പോവുകയാണ്. അട ഉണ്ടാക്കാനായിട്ടാണ്, അതിൻ്റെ പരുവത്തിനാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അതിന് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുവാണ്. കുറച്ച് ഉപ്പ് മതി. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ മാവ് തന്നെ ആദ്യം ഒന്ന് ഇളക്കും. കാരണം ഉപ്പ് എല്ലാത്തിടത്തോട്ടും പോകണമല്ലോ. മാവ് തന്നെ ആദ്യമായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മളതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടുന്ന പോലെ ആ പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മളതിനെ കുഴച്ച് എടുക്കുകയാണ്. നമ്മുടെ മാവിനെ നമ്മളിങ്ങനെ കുഴച്ച് നമ്മളതിനെ ഒരു ബോൾ പോലെ ആക്കി എടുക്കും. നമ്മളിവിടെ ഇത് ആട്ട മാവാണ് കേട്ടോ. അതിനെ നമ്മൾ കുഴച്ചെടുക്കുക. ചപ്പാത്തിയെക്കാട്ടി ഒരു ശകലം കൂടെ മയം വേണം. നമുക്കത് ഇലയിൽ പരത്തി എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടൊരു ശകലം കൂടെ മയം വേണം. നമ്മൾക്ക് നമ്മുടെ മാവിനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തു.
നമ്മുടെ നല്ല നാടൻ വാഴയിലയാണ്. നമ്മൾ ആ വാഴയിലയെ നമ്മൾ കൊച്ചു കൊച്ചു പീസായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ അടയെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇല എടുത്തു. നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ മാവിനെ എടുത്ത് പരത്താനായിട്ട് പോവാണ്. നമ്മളൊരു കൊച്ചു പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൈ അതിലൊന്ന് തൊട്ടിട്ട് പരത്തുവാണെങ്കിൽ നമുക്ക് വേഗമായിട്ട് പരത്താനൊക്കും. ഒരുപാട് അങ്ങ് കട്ടിയിലൊന്നും നമ്മൾ പരത്തത്തില്ല, കാരണം സാധനം വേകണമല്ലോ. നമ്മൾ കണ്ട അതിനെ നന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. നമുക്കത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കൈ ഇച്ചിരി ആ വെള്ളത്തിലോട്ടൊന്ന് തൊട്ടാൽ മതി. നമുക്ക് നല്ല ഷേപ്പിലായിട്ട് അതിനെ പരത്തിയെടുക്കാൻ പറ്റും. കനം കുറച്ച് പരത്തിയെടുക്കണം. എന്നാലേ അതിന് പെട്ടെന്ന് വേകുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. ഒരുപാട് കട്ടിയിലാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കുറവും വരും. കണ്ട നമ്മളതിനെ ഒരെണ്ണത്തിനെ പരത്തി നമ്മളിനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പീര ആഡ് ചെയ്യുകയാണ്. നമ്മളൊരു പകുതിക്ക് ആഡ് ചെയ്താൽ മതി. ഒരു സ്പൂണ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പകുതി നല്ലപോലെ ആക്കി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളിതിനെ മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശത്തും ഒരുപോലെ നമുക്ക് തേങ്ങാപ്പീരയാകും. നമ്മൾ അടയെ നമ്മൾ ഒരെണ്ണത്തിനെ അങ്ങനെ പരത്തി വെച്ചു. ഇങ്ങനെ നമ്മൾ നമ്മുടെ അടയെല്ലാം പരത്തിയെടുക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. കണ്ടോ നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചു. ആ വെള്ളം നന്നായിട്ട് തിളച്ചു. എനിക്ക് അപ്പം പുഴുങ്ങുന്നതായ ആ ചെറിയ തട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ ചെറിയ തട്ട്, ഇഡലി ഉണ്ടാക്കുന്ന ചെറിയ തട്ട് അതിനകത്തോട്ട് വെച്ചു. വെച്ചിട്ട് നമ്മുടെ അടയെ നമ്മൾ അതിനകത്തോട്ട് വെക്കുകയാണ് വേകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒറ്റ അടിക്ക് ഇങ്ങനെ അടുക്കി വെച്ചാൽ ചിലപ്പം വേഗത്തില്ല. അതുകൊണ്ട് നമ്മളിതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഈ വാഴയുടെ തന്നെ ഇലയുടെ ഒരു ഇങ്ങനെ തണ്ടാണ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് വെക്കുക. അപ്പം നമ്മൾ നമ്മുടെ അടുപ്പിലോട്ട് വെച്ചു. ഇതിനെ ഇവിടേക്ക് ഇരുന്ന് നന്നായിട്ട് വേകണം. നമ്മൾ ഇഡലി പാത്രത്തിൽ നമ്മൾ മൂടി വെക്കുകയാണ്. നമ്മുടെ ഇഡലി പാത്രം നമ്മൾ നന്നായിട്ട് മൂടി വെച്ചു. നമ്മുടെ അട ഇങ്ങനെ നല്ല തീയിലിങ്ങനെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിങ്ങനെ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ അടുപ്പിലിരിക്കണം. നന്നായിട്ട് വേകുമ്പോൾ അതിനെ എടുത്ത് നമ്മൾ കഴിക്കണം. നല്ല രുചിയായിരിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വശമേ അതിന് ചിലപ്പം വെന്ത് കാണത്തുള്ളൂ. അതിനെ നമ്മളൊന്ന് പറക്കി നോക്കുക അത് വെന്തോ ഇല്ലയോ എന്നായിട്ട് കേട്ടോ. അപ്പം വെന്തില്ലെങ്കിൽ നമുക്ക് മറിച്ചിടേണ്ടി വരുമേ. അപ്പം നമ്മളതിനെ ഇങ്ങോട്ട് എടുക്കുവാണേ. അതിൻ്റെ ഈ ഏറ്റവും മുകളിൽ ഇരുന്ന അട വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളതിനെ എല്ലാം എടുത്ത് നോക്കണം. വേകാത്ത സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇടേണ്ടി വരും. നമുക്ക് വെന്തോ ഇല്ലയോ നോക്കാൻ ഇങ്ങനെ നമ്മുടെ ഇല മാറുമല്ലേ. ഇത് കണ്ടോ, ഇത് മാറുന്നില്ല. ഇത് ഇച്ചിരി കൂടെ വേകാനുണ്ട്. ഇതിനെ നമ്മളപ്പോൾ തിരിച്ചിടണം. കണ്ടോ, ഇത് വെന്തടയാണ്. ഒരെണ്ണം നമ്മുടെ ഇത് വേകാത്തതാണ്. നമ്മളിങ്ങനെ വെന്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ കണ്ട ഇല ഇവിടെ വാടിയിട്ട് പോലുമില്ല. അതിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുമ്പം തന്നെ ഇല നമുക്ക് വിട്ട് വരത്തില്ല. അത് വേകാത്തതാണ്. അതിന് നമ്മൾ തിരിച്ച് വെക്കേണ്ടി വരും. ഇത് വെന്ത ഇലയാണ്. നമ്മളിനി ഇതിനെ നോക്കിയിട്ട് തിരിച്ച് വെക്കും. ഇത്
വേകാത്ത അടയാണ്, കണ്ടത് പറയുന്നില്ല. അപ്പോൾ അവിടെ മേവശത്ത് വരത്തക്ക പോലാണ് നമ്മളിനി ഇതിനെ വെക്കേണ്ടത്. അതിനെ മേളിലായിട്ട് വരത്തക്ക പോലെ വെച്ചു. നമ്മുടെ വെന്ത അടയെ ഇനിയും വെക്കേണ്ട കാര്യമില്ല, ഇത് വേകാത്തതാണ്. ഇതിനെ നമ്മൾ ആ വേകാത്ത വശം മേളി വരത്തക്ക പോലാണ് അടുപ്പയിലോട്ട് വെക്കേണ്ടത്. നമ്മൾ വേകാത്ത അടയെ വീണ്ടും എടുത്ത് അടുപ്പിൽ വെച്ചു. കണ്ടോ, നമ്മളെല്ലാം എടുത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. അതിനെ ഇനി ഒരു 10-15 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ അട റെഡിയാകും. നമ്മൾ നല്ല തീ ഇട്ട് കൊടുത്തു, ഇപ്പം തന്നെ അത് വേകുന്നതായിരിക്കും. കണ്ടോ, നമ്മുടെ അട ഇപ്പോൾ ഇവിടെ റെഡിയാകുവാണ്. എനിക്കാണ് അതിനെ തുറക്കാനായിട്ട് തുടങ്ങുന്നത്. ഇത് ഇച്ചിരി തുറക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള ഒരു പാത്രമാണ്. കണ്ടോ, റെഡിയായി. നമ്മളിതിനെ വേറൊരു ബൗളിലോട്ട് ഇപ്പോൾ അതിനെ പറക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കാണണം. നിങ്ങളുടേതായ നല്ല അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ നല്ല സൂപ്പർ വാഴയില അട നാടൻ രീതിയിലുള്ളത് റെഡി. ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, 4 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അവർക്ക് നല്ലൊരു ഫുഡാണ്.